ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് സഹിച്ചില്ല. ഞാൻ അവിടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ വേറെ ആരും കൊടുത്തുവിട്ട പാത്രം സഹാബാക്കൾ ഇരുന്നേ നോക്കിയില്ല. നേരെ ചെന്നിട്ട് പാത്രം തട്ടിയും കളഞ്ഞു, താഴെ വീണ് പൊട്ടി, ഭക്ഷണമൊക്കെ ചിതറി. സഹാബാക്കൾ എന്നെ പടച്ചോനെ എന്താത്, എന്ത് പണിയാ ആയിഷയെ കാണിച്ചത്? അവരെന്നെ ആകെ വിഷമിച്ചിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ അകത്തുപോയി, ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി, അതൊക്കെ വിളമ്പി കൊണ്ടുവന്നു. അത് വരുമ്പോ റസൂലുള്ള ഓടി ചെന്നിട്ട് അത് വാങ്ങി നേരെ കൊണ്ടുവന്ന് സഹാബാക്കളെ മുന്നിൽ വെച്ച്, സഹാബാ നമ്മളിങ്ങനെ ചെയ്തത് നിങ്ങളുടെ ഉമ്മാക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫക്കുലു, നിങ്ങൾ ഇതുകൂടെ ഒന്ന് കഴിക്കണേ, ചിന്തിക്കണേ. ഐഷ റളിയല്ലാഹു അൻഹ അന്ന് മാപ്പ് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, മാപ്പ് ചോദിക്കേണ്ട തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല ആയിഷ, ആരായാലും അങ്ങനെയൊക്കെ ചെയ്തോളൂ, നിന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട. ആ പൊട്ടിയ പാത്രത്തിനൊരു പാത്രം അങ്ങ് കൊടുത്തു വിട്ടാൽ മതി. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് കരയുമായിരുന്നു. ഹബീബായ റസൂല്, ഞാൻ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്ക് വിഷമമില്ല. ആയിഷ, നീ എന്നാലും അങ്ങനെ ചെയ്തല്ലോ എന്നൊന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വിഷമമില്ല. പക്ഷേ ഒരിക്കൽ പോലും അള്ളാഹിന്റെ ഹബീബ് അതിന്റെ പേരിൽ എന്നെ വഴക്ക് പറഞ്ഞില്ല, കുറ്റം പറഞ്ഞില്ല. ഒരു ഭർത്താവ് ഭാര്യമാരുടെ മനസ്സിന്റെ വിഷമം അറിയും. എന്തിനാ അവൾ എന്നോട് വഴക്കടിച്ചത്? നമ്മൾ ചിന്തിക്കണം, എന്റെ കുറ്റമല്ലേ, ഞാനങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ, എനിക്ക് അവളല്ലേ ഉള്ളൂ, അവക്ക് ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ടാവില്ലേ ആ പാവം പെണ്ണങ്ങനെ ചെയ്തത് എന്ന് ഒരു ഭർത്താവിന് ചിന്തിക്കാനും ഭാര്യമാരുടെ മനസ്സിന്റെ വിങ്ങലും വിതുമ്പലും അറിഞ്ഞ് പ്രതികരിക്കാനും കഴിയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ആ ഭർത്താക്കന്മാര് ഭാര്യമാരെ പരിഗണിക്കുന്ന പോലെ ഭാര്യമാര് ഭർത്താക്കന്മാരെയും പരിഗണിക്കണം. പെണ്ണുങ്ങൾക്ക് നിസ്സാര വിഷയമാകുമ്പോൾ ഉടനെ തട്ടിക്കേറും, വഴക്കടിക്കും, കുറ്റം പറയും. പെണ്ണുങ്ങളെയൊക്കെ സ്വഭാവം അതാണ്, പെട്ടെന്ന് കയറി കുറ്റം പറയും. നമ്മൾ ഈ ഒരു സംഭവം തന്നെ ചിന്തിക്കണം. രാവിലെ റൂട്ട് സെയിലിന് വേണ്ടി പോവാ ഒരു ഭർത്താവ്, ഭാര്യ പറയാ ഇന്ന് വരുമ്പോ ഞാൻ പറഞ്ഞ ആ സാധനം വാങ്ങിക്കൊണ്ട് വരണം. ശരിയാ, ആ ഭർത്താവ് പറയും ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം, ഓക്കെ ഇന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരും. ഇവൻ പോയി പാവം പോയി കഷ്ടപ്പെട്ട് കറങ്ങി കച്ചവടമൊക്കെ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോ കേറി വരുമ്പോ പെണ്ണ് ചോദിക്കുന്ന എന്താ, ഞാൻ പറഞ്ഞോ കൊണ്ടുവന്നോ, ഇല്ല കൊണ്ടുവന്നില്ല. ഉടനെ അവൾ അവിടെ തന്നെ പെണ്ണുങ്ങൾ പ്രതികരിക്കും, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂല, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരൂല, നിങ്ങൾക്കത് എനിക്ക് ചെയ്തു തരൂല, നിങ്ങളല്ലേലും അങ്ങനെയാ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങളുടെ ഉമ്മ പറഞ്ഞെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുമല്ലോ, നിങ്ങളുടെ പെങ്ങള് പറഞ്ഞെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുമല്ലോ, ഞാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പറ്റൂല. ഭാര്യമാര് പറയും, ഭർത്താക്കന്മാരുടെ മനസ്സ് വിഷമിപ്പിക്കും. ഇവിടെ ഭാര്യമാര് ചിന്തിക്കണം, രാവിലെ മുതൽ വൈകുന്നേരം വണ്ടിയെടുത്ത് മെത്തേം കെട്ടി കുറെ മാറ്റും ഒക്കെ കെട്ടി വീടാന്തരം കേറി ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? കുടുംബത്തിന് വേണ്ടി. ഭാര്യയും മക്കളെയൊക്കെ നല്ല പോലെ നോക്കണം. പാവം അന്ന് പ്രതീക്ഷ പോലെ കച്ചവടം നടന്നിട്ടുണ്ടാവൂല, പൈസ കിട്ടിയിട്ടുണ്ടാവില്ല. ക്ഷീണിച്ച് അവശനായി വരുമ്പോ പറയുന്ന വാക്ക് ഇങ്ങനെ പാടില്ല. ഭാര്യമാരൊരിക്കലും ഭർത്താക്കന്മാര് ചെയ്തു തന്നതായ ഉപകാരങ്ങളെ മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ച തമ്പുരാൻ ഒരു ദിവസം എനിക്ക് നരകം കാണിച്ചു തന്നു. അന്ന് ഞാൻ നരകത്തെ കാണുമ്പോ അതിനു മുമ്പൊരിക്കലും ഞാൻ നരകത്തെ കണ്ടിട്ടില്ലാത്ത വിധത്തില് വല്ലാത്ത ഭയാനകമായ അവസ്ഥയിലാ ഞാൻ നരകത്തെ കണ്ടത്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഞാനെന്ന നരകാവകാശികളെ കണ്ടു. ആ നരകാവകാശികളെ കണ്ടപ്പോൾ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ, അന്ന് ഞാൻ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതും പെണ്ണുങ്ങളെയാണ്. സഹോദരിമാരെ, ഭാര്യമാരെ, ഉമ്മ പെങ്ങന്മാരെ കേട്ടുകൊള്ളുക. നരകത്തെ ഭയാനകമായ അവസ്ഥയിൽ ഞാൻ കണ്ട ദിവസത്തില് അന്ന് ഞാൻ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. സഹാബത്ത് ചോദിച്ച്, എന്തുകൊണ്ടാണ് നബിയെ പെണ്ണുങ്ങൾ ഒരുപാട് നരകത്തിലേക്ക് പോയത്? റസൂലുള്ളാഹി പറഞ്ഞു,
അവരുടെ കുഫ്ർ കൊണ്ടാണ്, അനുസരണക്കേട് കൊണ്ടാണ്, അവരുടെ നിഷേധാത്മകമായ നിലപാട് കൊണ്ടാ. സഹാബത്ത് തിരിച്ചു ചോദിച്ചു, നബിയേ യക്ഫുർന ബില്ലാഹ്, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണോ, നിസ്കരിക്കാത്തത് കൊണ്ടാണോ പെണ്ണുങ്ങളെ നരകത്തിൽ പോയത്, പലിശ തിന്നത് കൊണ്ടോ, പർദ്ദയില്ലാത്തത് കൊണ്ടോ, നോമ്പ് പിടിക്കാത്തത് കൊണ്ടുമാണോ നബി? റസൂലുള്ള പറഞ്ഞു, അല്ല സഹാബ, അവര് നിസ്കരിച്ച പെണ്ണ് തന്നെയാ, നോമ്പ് പിടിച്ച പെണ്ണ് തന്നെയാ, പർദ്ദ ധരിച്ച പെണ്ണ് തന്നെയാ, പലിശ വാങ്ങാത്ത പെണ്ണ് തന്നെയാ. പക്ഷേ ഇബാദത്തുകൾ ഇത്രയുമൊക്കെ ചെയ്തു പോയിട്ടും അവളെ നരകത്തിൽ പോകാനുള്ള കാര്യമെന്താ? ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാ. ആ ഭർത്താവ് അവൾക്ക് ചെയ്തു കൊടുത്തതായ 4 വരെയുള്ള എല്ലാ ഉപകാരങ്ങളെയും അവൾ മറന്നതുകൊണ്ടാ. ഒരു നിമിഷം തന്നെ അവൾ അതൊക്കെ മറന്നുപോയി, ഒരു നിമിഷം അവൾ അതെല്ലാം തന്നെ വിസ്മരിച്ചു പോയി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുണ്ട്, അവരെ നരകത്തിൽ പോകാനുള്ള കാര്യമെന്താ? ഇതാ ജീവിതകാലം മുഴുവനും നിങ്ങൾ അവർക്ക് ഉപകാരം ചെയ്താലും, എത്ര തന്നെ പണം ചെലവഴിച്ചാലും, കടകമ്പോളങ്ങളിൽ ചൂട് പോലും അവഗണിച്ചുകൊണ്ട്, ചുമലുകളിൽ ചുമടുകളെടുത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുടുംബം പോറ്റിയാലും, ഇതാ ജീവിതം തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാലും, അങ്ങനെയുള്ള നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ ന്യൂനതയോ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതാ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു. ഭർത്താവേ, ഇത്ര നാളായി നമ്മുടെ കല്യാണം കഴിച്ചിട്ടു, നാളിതുവരെയായും നിങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, അല്ലേലും നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ല എന്ന് ഭർത്താവിന്റെ ഉപകാരങ്ങളെ മറന്നുകൊണ്ട് പറയുന്ന പെണ്ണില്ലേ, അവളാണ് നരകത്തിലേക്ക് പോകുന്ന പെണ്ണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാര് കേട്ടോളി, ഭർത്താവ് ചെയ്തെന്ന ഉപകാരങ്ങളെ സഹായങ്ങളൊക്കെ മറക്കും. പാവപ്പെട്ടവൻ വണ്ടി എടുത്ത് നാളെ കിടന്ന് ഓടിയതൊക്കെ അതിനാ. എത്ര കഷ്ടപ്പെടുന്നു ഭർത്താക്കന്മാർ. അല്ലോ, ഏത് നാട്ടിൽ ചെന്നാലും മയ്യത്തും കരക്കാരൻ, ഒരു വഴിക്കാര്, മെത്തയും കുറെ ബാറ്റും ഒക്കെ ആയിട്ട് അല്ല ഏത് ഗുദാമി ചെന്നാലും ഒരു കാട്ടിനകത്തൂടെ പോവാ. കാട്ടിനകത്തൂടെ ഫാമിലി, ഞങ്ങൾ 2 കാറുണ്ട്, വഴിക്കൊരു വഴി ഒഴിക്കാൻ വേണ്ടി ചെറുപ്പക്കാരെടുത്ത് വഴി ഒഴിച്ചു. അത് എന്റെ അടുത്തോട്ട് കുഴപ്പപ്പെട്ടതിനോ, അതോ ഉസ്താദല്ലേ, എവിടെ ചെന്നാലും പരിചയമുള്ളവരൊക്കെ ആരെങ്കിലും പറഞ്ഞു എന്താണ് ഇപ്പൊ വഴിയൊക്കെ എന്നെ മനസ്സിലായില്ല, മയ്യത്തും കരക്കാരാണ്. ഒരു വഴിക്കാരനാ. കണ്ണൂരിന്റെ അപ്പുറം, ഇരുട്ടിക്കൊക്കെ അപ്പുറം കൊടക് പോകാം, കാട്ടിന്റെ ഇടയ്ക്ക് കച്ചവട ആവശ്യത്തിന് വന്നേക്കാൻ പാവപ്പെട്ട. ഏത് നാട്ടിൽ പോയാലും ഏത് കാട്ടിൽ പോയാലും, കണ്ണൂർ പോയപ്പോ കണ്ടിട്ടുണ്ട്, എവിടെ ചെന്നാലും ഈ പാവങ്ങൾ, ഈ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും. അതാണ് റസൂലുള്ള പറഞ്ഞത്, നീ ജീവിതകാലം മുഴുവൻ ഈ മാറ്റും കെട്ടിക്കൊണ്ട് നടന്നാലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാ ഈ പെണ്ണുങ്ങൾ പറയും, ഇന്ന് വരെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യത്തിൽ പെണ്ണുങ്ങൾ മുത്തഫഖുൻ അലൈഹി, എല്ലാ പെണ്ണുങ്ങളും പറയുന്ന ഡയലോഗാ. റസൂലുള്ള പറയാ, ഭാര്യമാർ ഓർത്തോരും ഈ ഒരു വാക്ക് കൊണ്ടാണ് നരകത്തിൽ പോകുന്നത്. നിസ്കാരമൊക്കെ ഉണ്ട്, നോമ്പൊക്കെ ഉണ്ട്, ഭർത്താവിനെ ബഹുമാനിക്കില്ല, ഭർത്താവിനെ സ്നേഹിക്കില്ല, ഭർത്താവിന് സ്ഥാനം കൊടുക്കൂല, ഭർത്താവിനെ പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കില്ല. ഭാര്യമാരറിയണം, ഒരു ഭർത്താവിന് ഭാര്യ കൊടുക്കേണ്ടുന്ന സ്ഥാനം എന്താ, ഒരു ഭർത്താവിന് ഭാര്യ കൊടുക്കേണ്ടുന്ന ബഹുമാനം എന്താ? ഹബീബായ റസൂല് പറയുകയാ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, റസൂലുള്ള കൽപ്പിച്ചിട്ടില്ല. കണ്ട മക്ബറയുടെ മൺകൂനയുടെ ഒക്കെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യും, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ള പറയുന്നു, അങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ, ഏതെങ്കിലും സൃഷ്ടിയുടെ മുന്നിലും മറ്റൊരു സൃഷ്ടി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരെ ഭർത്താക്കന്മാരെ പരിഗണിക്കേണ്ട അങ്ങനെ. ഇത് രാത്രി പാവപ്പെട്ടവൻ നാടൊക്കെ കറങ്ങി ക്ഷീണിച്ചു കുഴഞ്ഞ് വീട്ടിൽ വന്ന് കഥവ് തട്ടും, കഥ ഉറക്കുന്നില്ല, പെണ്ണ് കഥ ഉറക്കില്ല. എന്താ? ചന്ദനമഴയുടെ മുമ്പിൽ ആ പരസ്യം വരണം കഥ ഉറക്കണമെങ്കിൽ. കെട്ടിയവൻ അവിടെ നിന്നോളും, അയാൾക്ക് തങ്ങാടം പറഞ്ഞാൽ മനസ്സിലാവുമോ? റസൂലുള്ള പറയാ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് ഈ പെണ്ണ് ഓടി വന്ന ഒരൊറ്റ സുജൂദ് കീറി വരൂ ഭർത്താവേ, ഇത് ചെയ്യേണ്ടി വരുമായിരുന്നു. സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ല, ബാക്കി ബഹുമാനം ഒക്കെ ചെയ്തോണം, ബഹുമാനിച്ചോണം ഒരു ഭാര്യ ഭർത്താവിനെ. റസൂലുള്ള പറഞ്ഞു, ഒരു ഭാര്യ തിരക്കിട്ട ജോലി, ഒരു ഹദീസിൽ കാണാം അടുപ്പിന്റെ ചുവട്ടിൽ നിൽക്കുന്നു, മറ്റൊരു ഹദീസിൽ കാണാം ഭാര്യ പ്രസവിക്കാൻ വേണ്ടി അന്നൊക്കെ ഒരു പ്രസവ കട്ടിൽ, ഒരു പ്രത്യേക സിസ്റ്റം, അതിനകത്ത് കയറിയിരിക്കുക. നമ്മുടെ ഇന്നത്തെ ഭാഷ ലേബർ റൂമിനകത്ത് കയറ്റിയേക്കുക ഭാര്യയെ. ഭർത്താവ് വെളിയൊന്ന് വിളിച്ചു, ജമീല ഇറങ്ങി വന്നേ. ഡോക്ടറിനെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങി വരണം പെണ്ണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം അതാ. അത് പരിപ്പോടെ വാങ്ങിച്ചുകൊണ്ട് വരാത്തതിന് ദേഷ്യപ്പെടാനല്ല വേണ്ടത്, അതല്ല വേണ്ടത്. ഭർത്താവിനെ ബഹുമാനിക്കണം ഭാര്യ, ഭർത്താവിനെ പരിഗണിക്കണം ഭാര്യ. ഹബീബായ റസൂലിന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്ന, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള കടമകടപ്പാടുകൾ എന്തൊക്കെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് തന്നെ ഒറ്റ വാക്കിൽ വസ്ത്രമലക്കലാണ്, ഭക്ഷണം പാചകം ചെയ്യലാണ്, മക്കളെ നോക്കലാണ്, ഭർത്താവിന് സന്തോഷം കൊടുക്കലാണ്. ഹബീബായ റസൂൽ അങ്ങനെ പറഞ്ഞില്ല. പിന്നെയോ സഹോദരിമാരെ, ഭാര്യമാരെ കേട്ടുകൊള്ളുക, അള്ളാന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുകയാ, അതേ ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ശരീരത്തിൽ രോഗം വരികയാ, രോഗം വന്നിട്ട് ശരീരം മുഴുവനും വ്രണങ്ങൾ രൂപാന്തരപ്പെടുകയാ, ആ ശരീരം മുഴുവനും അതേ വ്രണങ്ങൾ വരികയാ, ആ ശരീരം മുഴുവനും പഴുത്ത് അലിയാൻ തുടങ്ങുകയാ, ആ ശരീരം ഇതാ പഴുത്ത് ഉരുകാൻ തുടങ്ങുകയാ, അതിൽ നിന്ന് ചലവും ചീഞ്ചലവും ഒഴുകാൻ തുടങ്ങുകയാ. ഒരാൾ പോലും അടുക്കാൻ മടിക്കുന്നതായ, അറയ്ക്കുന്നതായ രോഗാതുരമായ അതിക്രൂരമായ സന്ദർഭത്തിൽ ഒരു ഭർത്താവിന്റെ ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടിയെടുക്കുമ്പോൾ ഒരു ഭാര്യ ആ ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ നാവ് കൊണ്ട്, കൈകൾ കൊണ്ടോ മറ്റുപകരണങ്ങൾ കൊണ്ടോ അല്ല, ആ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ആ ചലവും ചീഞ്ചലവുമൊക്കെ സ്വന്തം നാവ് കൊണ്ട് നക്കി തുടച്ച് കുടിച്ച് ഇറക്കി വൃത്തിയാക്കിയാലും ഇല്ല പെണ്ണേ, നിന്റെ ഭർത്താവിനോടുള്ള കടമകള് ഒരിക്കലും നീ പൂർത്തീകരിക്കുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ജീർണിച്ചൊടുകുന്നതായ ഭർത്താവിന്റെ ശരീരം നാവ് കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കിയാലും ആ ഭർത്താവിനോടുള്ള കടമകൾ ഒരു ഭാര്യയ്ക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഭാര്യമാരെ ചിന്തിക്കുക, സഹോദരിമാരെ ചിന്തിക്കുക, ഭർത്താവിനോടുള്ള കടമ എത്രത്തോളമാ. ഭർത്താവിനെ ആദരിക്കണേ, ഭർത്താവിനെ ബഹുമാനിക്കണേ. എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് വേണമോ? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം വേണമോ? ആ കാരുണ്യത്തിന്റെ നോട്ടമില്ലാതെ ഒരാൾക്ക് പോലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. എങ്കിലും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം വേണമോ പെങ്ങളെ? എങ്കിൽ നിന്റെ ഭർത്താവിനെ ആദരിക്കുക, നിന്റെ ഭർത്താവിനെ ബഹുമാനിക്കുക. റസൂലുള്ള പറയുകയാ, ലാ യൻദുറുല്ലാഹ് ഇലൽ മർഅതി ലാ തഷ്കുറു ലിസൗജിഹാ. ഭർത്താവിനോട് നന്ദിയില്ലാത്ത, ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത പെണ്ണില്ലയോ? ആ ഭർത്താവിന്റെ നിസാര വിഷയങ്ങളുടെ കാര്യത്തിൽ പോലും ഭർത്താവിനോട് മോശമായി പെരുമാറുന്ന പെണ്ണ്, ആ പെണ്ണിലേക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടമില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ വിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ് വരുന്നത്. ഹബീബായ മുത്തിലേക്ക് ഒരുപാട് എടുക്കേണ്ട ദിനരാത്രങ്ങളല്ലോ, സ്വലാത്തുകളിലൂടെ, സുന്നത്തുകളിലൂടെ ഹബീബായ മുത്തിന്റെ ജീവിത സന്ദേശങ്ങൾ അറിഞ്ഞുകൊണ്ട് കൈമാറിക്കൊണ്ട് അവിടുത്തെയോട് ഏറ്റവും കൂടുതൽ എടുക്കേണ്ട ദിവസമാണെങ്കിൽ ഈ റബീഉൽ അവ്വലിന്റെ പുണ്യങ്ങളുടെ പൗനിലാവ് പേരിറങ്ങുന്ന രാവിലെ സാക്ഷി നിർത്തി പറയട്ടെ പെണ്ണേ, റസൂലുള്ളാഹിന്റെ പൊരുത്തം നിനക്ക് വേണോ? നാളെ ആരുമാരും
സഹായിക്കാനില്ലാത്ത മഹ്ശറ മൈതാനിയിൽ ആ റസൂലുള്ളാഹിന്റെ കൈ പിടിക്കണോ പെണ്ണ്? റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണോ പെണ്ണ്? ആ റസൂൽ പറയുകയാ, ഇന്നി അബ്ഗളു അൻ തകൂനൽ മർഅതു തഷ്കൂ സൗജഹാ. നിശ്ചയമായും ഒരു പെണ്ണ് ഭർത്താവിനെ പറ്റി പരാതി പറയുന്ന, ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന പെണ്ണില്ലയോ? ഇന്നി അബ്ഗളു അൻ തകൂനൽ മർഅതു തഷ്കൂ സൗജഹാ. ഭർത്താവിനെ പറ്റി കുറ്റം പറയുന്ന, ഭർത്താവിനെ പറ്റി പരാതി പറയുന്ന പെണ്ണ്, ആ പെണ്ണിനോടാ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പൊരുത്തം വേണമോ? റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണമോ? ഭർത്താവിനെ ആദരിക്കുക, ഭർത്താവിനെ ബഹുമാനിക്കുക, ഭർത്താവിനെ കുറ്റം പറയാതിരിക്കുക, ഭർത്താവിനോട് വഴക്കടിക്കാതിരിക്കുക. ഹബീബായ മുത്ത് പറയുന്നു, നിസാഉകും മിൻ അഹ്ലിൽ ജന്നത്തിൽ അദൂദുൽ വദൂദു അലാ സൗജിഹാ. നിങ്ങൾ എന്റെ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവരാരെന്നറിയുമോ? ഈ രാത്രിയുടെ നിശബ്ദതയില് ഈ വാളിന്റെ സദസ്സിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? സ്വർഗവാതിൽ തുറക്കപ്പെടാൻ തുടിക്കുന്നുണ്ടോ? എങ്കിൽ റസൂലുള്ള പറഞ്ഞു തരുന്ന മഹത്തായ ജീവിതക്രമമാ മുറുകെ പിടിക്കണേ. നിസാഉകും മിൻ അഹ്ലിൽ ജന്നത്തിൽ അദൂദുൽ വദൂദു അലാ സൗജിഹാ. നിങ്ങളുടെ ഭാര്യമാര് സ്വർഗത്തിലാ. ഇങ്ങനെയുള്ള ഭാര്യമാര്, ഭർത്താവിനോട് സ്നേഹമുള്ള, ഭർത്താവിനോട് അനുകമ്പയുള്ള, ഭർത്താവിനോട് കരുണയുള്ള നിങ്ങളുടെ ഭാര്യമാര് സ്വർഗത്തിലാ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണിന്റെ സ്വഭാവം ഏതെന്നറിയുമോ? അവളെ ഭർത്താവിനോട് വഴക്കടിക്കില്ല, അവളെ ഭർത്താവിനെ കുറ്റപ്പെടുത്തില്ല, അവളെ ഭർത്താവിനോട് ശബ്ദമുയർത്തില്ല, അവളെ ഭർത്താവിനോട് ദേഷ്യപ്പെടില്ല. പിന്നെയോ അല്ലതീ ഇദാ ഗളബാ, അവളുടെ ഭർത്താവ് അവളോട് ദേഷിച്ചാൽ, അവളുടെ ഭർത്താവ് അവളോട് വഴക്കടിച്ചാൽ, എന്നിട്ട് ദേഷ്യത്തോടുകൂടി ഭർത്താവ് വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് പോയാൽ, ദേഷ്യത്തോടുകൂടി ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയാൽ, ആ ഭർത്താവ് തിരികെ വരുമ്പോ ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് തന്റെ കൈ കൊണ്ട് ആ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണു പറയുമത്രേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ലോ നിങ്ങൾ എനിക്ക് പൊരുത്തം തന്നിട്ടല്ലാതെ, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരുപോലെ കണ്ണടക്കാൻ എനിക്ക് പറ്റൂല, എനിക്കൊന്ന് വിശ്രമിക്കാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്കുന്ന പെണ്ണ് അവളാണത്ര സ്വർഗത്തിലെ പെണ്ണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ പെണ്ണ്, സ്വർഗത്തിലെ പെണ്ണ് ആരാണ്? ആരാണ്? സഹോദരിമാരെ കേട്ടോളിൻ, കേട്ടോളിൻ, കേട്ടോളിൻ. സ്കാരവും നോമ്പും സക്കാത്തും പർദയും തഖ്വയും സ്വലാത്തും ദിക്റും മാത്രം പോരാ, മാത്രം പോരാ. ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹിന്റെ മുമ്പിൽ ഇതിനൊക്കെ വിലയുണ്ടാകണമെങ്കിൽ, അള്ളാഹുവിന്റെ കരുണ കിട്ടണമെങ്കിൽ, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ ഭർത്താവിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ആ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ തിരിച്ചു നിന്ന് ഡയലോഗ് അടിക്കലല്ല വേണ്ടത്, തിരിച്ച് വഴക്കടിക്കലല്ല വേണ്ടത്. എന്നാ നിങ്ങൾ പണങ്ങിയെങ്കിൽ ഞാനും പണങ്ങി എന്ന് പറഞ്ഞു പോകലല്ല വേണ്ടത്. പിന്നെയോ ഭർത്താവ് വഴക്കടിക്കുമ്പോ ഒരു പെണ്ണ് പോകും, ജാഅത് ഇലൈഹി, ഭർത്താവിന്റെ അടുത്ത് ചെന്ന് അവളുടെ കൈ ഭർത്താവിന്റെ കൈയിലേക്ക് വെച്ചിട്ട് നിങ്ങൾ പൊരുത്തപ്പെടാതെ, തെറ്റെന്റെതാ, നിങ്ങൾ എനിക്ക് പൊരുത്തം തരണം, നിങ്ങൾ പൊരുത്തപ്പെട്ടിട്ടല്ലാതെ ഒരു പോളെ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്കുന്ന പെണ്ണ് സ്വർഗത്തിലെ പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലെ അവകാശികളാക്കി കബൂലാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. ഖുർആൻ അല്ലാഹ് പറയാ,
നാളെ ഇണകൾ ഭാര്യയും ഭർത്താവും നാളെ സ്വർഗത്തിൽ മരത്തണലുകളിൽ പട്ടുമെത്ത വിരിച്ചുകൊണ്ട് അതിൽ അവരിങ്ങനെ ഉല്ലസിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഇണകളാകട്ടെ. എല്ലാവർക്കും താല്പര്യമില്ല സ്വർഗത്തിലെ ഇണകളാകാൻ. എല്ലാരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിലെ ഇണകളാകട്ടെ. സ്വർഗത്തിലെ ഇണകളായി ജീവിക്കാൻ നമുക്ക് സ്വർഗത്തിൽ താമസിക്കാൻ ഒരു വീടും കൊട്ടാരം ഒക്കെ വേണ്ടേ? ചുമ്മാ അങ്ങനെ താമസിച്ചാൽ പോരല്ലോ. അതിനുള്ള മാർഗം കൂടെ പറഞ്ഞു തരാം. അതും കൂടെ നമ്മൾ ചെയ്തു. സ്വർഗത്തിൽ താമസിക്കുമ്പോ സ്വർഗത്തില് നമുക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് താമസിക്കാൻ വീട് വേണം, കൊട്ടാരം വേണം. റസൂലുള്ളാഹി അതിനുള്ള മാർഗം കൂടെ പറഞ്ഞു. അതുകൂടെ ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ സ്വർഗത്തിൽ ഒരു കൊട്ടാരവും ഒരു വീടും ഭാര്യയായിട്ടൊക്കെ അവിടെയൊക്കെ താമസിക്കണമെന്നുള്ളവരൊന്ന് കൈപൊക്കിയ നോക്കട്ടെ, ഒന്ന് അൽഹംദുലില്ലാ. ഇടയ്ക്കൊക്കെ കൈ പൊക്കിയിട്ട് ഞാൻ കാണാതൊക്കെ ഇങ്ങോട്ട് താത്തിടുകയാണല്ലോ ആരൊക്കെയോ. അല്ലാഹു നമ്മളെല്ലാരെയും കബൂലാക്കട്ടെ. സ്വർഗത്തിൽ ഒരു വീട് കിട്ടാനുള്ള ഒരു പ്രത്യേക ഒരു മാർഗമുണ്ട്. അതിനും കൂടെ ഒരു പണി കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ പാടും. റസൂലുള്ളാഹി പറയുന്നു, മൻ ബനാ ബൈതൻ ലില്ലാഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന്റെ പള്ളിയുടെ നിർമ്മാണത്തിന് സഹായിച്ചാൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും. ഇനി ആരും എണ്ണീറ്റ് പോകല്ലേ, കൈയൊക്കെ പൊക്കിയതാ. അള്ളാഹ് കണ്ടതാണ്, മലക്കുകൾ കണ്ടതാണ്, സാക്ഷിയാണ്. അള്ളാഹ് സാക്ഷിയാണ്. എന്നെ ഞാൻ ഒരു വിഷയമല്ല. പള്ളിയെ സഹായിക്കുന്നവർ, പള്ളിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നവർ, അവർക്ക് അള്ളാഹ് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കും. ആർക്കൊക്കെ വേണമെന്ന് പെട്ടെന്ന് പറഞ്ഞോളി. പള്ളിയുടെ അവസ്ഥ എന്നെക്കാൾ നിങ്ങൾക്കറിയാം. ആകെ പ്രശ്നമാണ്, ആകെ ബുദ്ധിമുട്ടാണ്, പരിമിതമായ സൗകര്യമാണ്. പള്ളിയും ബാത്റൂമും ഒക്കെ എല്ലാം ഇപ്പൊ ഏകദേശം ഒരു കോലത്തിലായെന്ന് അറിഞ്ഞ് അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ചെറിയ പള്ളിയെങ്കിലും അള്ളാഹു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നല്ല കൂലി കൊടുക്കട്ടെ. ഇനി കുറച്ചുകൂടെ ഒന്ന് റെഡി. എന്താ മേളിൽ ഷീറ്റ് ഇടണോ? കുറച്ച് ഷീറ്റ് ഇടണം, ബാത്റൂം ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കണം, എല്ലാം കൂടെ മൊത്തത്തിലൊരു സെറ്റപ്പ് ആക്കണം. അതുകൊണ്ട് ആ സ്വർഗത്തിലെ കൊട്ടാരത്തിന് തയ്യാറുള്ളവർ പറയും ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം വേണം. അത്രയൊന്നും നിങ്ങൾ തരണ്ട, അത്രയൊന്നും ഇവിടുന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും ഇവിടുന്ന് കിട്ടിയാൽ മതി. ബാക്കി അവരൊന്ന് ഇറങ്ങി പിരിച്ചോട്ടെ, കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയും. നമ്മൾ ചിന്തിച്ച അള്ളാന്റെ വീടിന് വേണ്ടി നമ്മളെ ഒരു വീട് പണിയുമ്പോൾ എത്ര പൈസ ചെലവാക്കിയാലും നമ്മുടെ കക്കൂസിന് നമ്മൾ ചെലവഴിച്ച പണം ഉണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ചിന്തിക്കണം. ഞാനങ്ങ് തുറന്നു പറയാം. ബാത്റൂമിനിട്ട ടൈൽസ്, അവിടെ വെച്ചിരിക്കുന്ന ഷവർ, അവിടെ വെച്ചിരിക്കുന്ന പൈപ്പ്, അവിടെ വെച്ചിരിക്കുന്ന ക്ലോസറ്റ്, നിന്നും ഇരുന്നും കടന്നും ഒക്കെ ഇപ്പൊ ക്ലോസറ്റ് ഇറങ്ങിയേക്കുക. എന്താ അവസ്ഥ മനുഷ്യന്റെ? ചില ബാത്റൂമിനകത്തൊക്കെ ചെന്ന അള്ളാഹുവേ ബാത്റൂം തന്നെ ആണോ എന്ന് തോന്നിപ്പോ. അത്രയ്ക്ക് ലൈറ്റ് സെറ്റിങ്ങും ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം കാണും ഓരോ ബാത്റൂമില്. ഷവർ എന്നൊക്കെ പറഞ്ഞ വലിയ ഓടയുടെ പുറത്തിരുന്ന സ്ലാബിന്റെ വലിപ്പമുണ്ട് ഇപ്പോഴത്തെ ഷവറിനൊക്കെ. മഴയത്ത് നിന്നാ ഇത്രയും വെള്ളം വരില്ല. 1 സെക്കൻഡ് കൊണ്ട് 5 ലിറ്റർ വെള്ളം താഴെക്കും. അമ്മാതിരി ഷവർ. പിന്നെ ഇപ്പോഴത്തെ ക്ലോസറ്റ് എന്നൊക്കെ പറഞ്ഞ അല്ലാഹ് മുറ്റത്തിന് വീട്ടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കുഷൈൻ സീറ്റിലിരുന്ന അത്രയും തോന്നും. അമ്മാതിരി. ഇതെന്താ ചായ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഒരു ബാത്റൂമിന് പോലും ലക്ഷങ്ങൾ ചെലവാക്കുന്ന അള്ളാന്റെ പള്ളിയിലോട്ടൊക്കെ ചെന്ന ബാത്റൂമിനകത്തോട്ടൊക്കെ കയറിയ എന്താ അവസ്ഥ? പള്ളിയുടെ ബാത്റൂമിന്റെ ഒക്കെ അവസ്ഥ എന്താ? ചെല്ലുമ്പോ തന്നെ സ്വർണ്ണ ക്ലോസറ്റ് ഉണ്ടാവും. അപ്പൊ ബാത്റൂമിന്റെ അവസ്ഥയല്ലേ? ഏതെങ്കിലും പള്ളിയിലൊക്കെ യാത്രക്കൊക്കെ പോകുമ്പോ നമ്മൾ ഏതെങ്കിലും പള്ളിയിലൊക്കെ കയറുമ്പോ പേടിയാ. പള്ളിയിലൊക്കെ കയറിയാൽ ഏത് പള്ളിയിൽ ചെന്നാലും അവിടുത്തെ ബാത്റൂമിന്റെ കതകിന് കൊടുത്തുണ്ടാവില്ല. അത് ഫർളാണ്. അതിലൊരു ചരട് വലിച്ചിട്ടുണ്ടാവും, ഒരാണിയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ അറ്റമൊക്കെ കണ്ടെത്തി ആണിയൊക്കെ ചുറ്റിരുമ്പോ സമയം ഒരുപാടാവും. അപ്പൊ അതൊക്കെ പിടിച്ചു വെച്ചിരിക്കണം നമ്മള്. അതൊക്കെ പിടിച്ചു വെച്ചിരുന്നോണം. കുറച്ചിങ്ങനെ പിടിച്ചിരിക്കുമ്പോ കൈയൊക്കെ അങ്ങ് വിടും. ചിലപ്പോ തുറന്നടിച്ചങ്ങ് പോകും സംഭവം. അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. നീ ഇടയ്ക്കങ്ങനെ ആരെങ്കിലും ചെരുപ്പൊക്കെ കേട്ടാ ചാടി എണ്ണീറ്റ് പിന്നെയും പള്ളിയൊക്കെ പിടിച്ചിരുന്ന് ചിലപ്പോ കഴുകുമ്പോ എന്ത് ചെയ്യും? കൈ വർക്കാവുമ്പോ ഇതെന്ത് ചെയ്യും? അത് പിന്നെ കടിച്ചു പിടിച്ചോണ്ടിരിക്കണം. അല്ല, അവസ്ഥയാണ്. പള്ളിയുടെ ബാത്റൂമിന്റെ അവസ്ഥ എന്താ? അള്ളാന്റെ വീടിന്റെ ബാത്റൂം, നമ്മുടെയൊക്കെ വീടിന്റെ ബാത്റൂം ഓട്ടോമാറ്റിക് ഡോറാണ്. ചെന്ന ഉടനെ തുറക്കും, ചാടി അങ്ങോട്ട് കയറുക. കൈക്ക് വർക്കൊന്നുമില്ല, ഫുൾ പണി അവിടെ എല്ലാം ചെയ്ത് ഇറക്കി വിടും.
അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു പള്ളിയുടെ കാര്യത്തിന് വേണ്ടി ബാത്റൂമിന്റെ കാര്യം പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ അവസ്ഥയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് നല്ല സംഭാവന ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കിട്ടണം. ശേഷം നമുക്ക് ദുആ ചെയ്യാം. ആരും പിരിവ് തുടങ്ങി, ഞാൻ പിരിവിന്റെ ആളല്ല, ഞാൻ പിരിവ് നടത്തൂല, എനിക്ക് ആ പണിയേ ഇല്ല. പക്ഷെ ഇവിടുത്തെ അവസ്ഥ, ശോചനയാവസ്ഥ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഇപ്പൊ തന്നെ അത് കൊടുക്കണമെന്നൊന്നുമില്ല. പള്ളിക്ക് വേണ്ടി, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് എണ്ണീറ്റ് അതിന്റെ പുറകിൽ ഇൻഷാ അല്ലാഹ് ആളുകൾ എണ്ണീറ്റു, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ ചോദിക്കുന്നത് ഒരു ബാത്റൂമിൽ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന പൈസ പോലും ആയിട്ടില്ല. ഒന്ന് ഓർത്ത് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പറയും, പെട്ടെന്ന് പറയും. ഒരുപാട് സമയത്തിനൊന്നും നിൽക്കില്ല, ഒരു 3 മിനിറ്റ് അതിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ അപ്പോഴേ ദുആ ചെയ്ത് പിരിയും ഇൻഷാ അല്ലാഹ്. ലിസ്റ്റ് വല്ലതും ഉണ്ടോ? എത്രയാ? 5,000 രൂപ. പേരെന്താ? ഷാജി എന്ന സഹോദരൻ അൽഹംദുലില്ലാ ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി 5,000 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നിന്റെ ഹബീബായ റസൂലിന്റെ ഹദീസ് കേട്ട താല്പര്യത്തിലാണ് അല്ലാ. അല്ലാഹുവേ നാളെ കുടുംബസമേതം സ്വർഗ്ഗ കൊട്ടാരത്തിലെ കഴിയാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, രോഗങ്ങളെ മാറ്റണേ അല്ലാ, സ്വാലിഹീങ്ങളെ സന്താനങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പറ ഇൻഷാ അല്ലാഹ്. അടുത്തത് എത്ര? 10,000. എന്താ പേരെന്താ? ഖാലിദ്. അൽഹംദുലില്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ രാത്രിയുടെ നിശബ്ദതയിൽ നിന്റെ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണല്ലോ സ്വന്തം സുഖത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് ഈ സംഭാവന പറയുന്ന സഹോദരങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അർഹമായ കൂലി നൽകണേ അല്ലാ. സമ്പത്തിലെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഭാര്യ സന്താനങ്ങളിലെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ നിന്റെ വാഗ്ദാനം പോലെ നാളെ നിന്റെ സ്വർഗീയ ഭവനങ്ങളില് ആ മരത്തണലുകളില് പട്ടുമെത്ത വിരിച്ചതായ കട്ടിലുകളിൽ കിടന്നുറങ്ങാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. പറയും പെട്ടെന്ന് പറയും. ഇന്ന് സാധാ മെത്ത കച്ചവടം, നാളെ സ്വർഗത്തില് പട്ടുമെത്ത. 5,000 10 വെച്ച് 2 പേര് ചേർന്ന്, പേര് പറയാൻ ആഗ്രഹിക്കാത്ത 2 സഹോദരങ്ങൾ 10,000, ഹുസൈൻ എന്ന സഹോദരൻ 5,000. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ നിമിഷം മുതൽ ആ പള്ളികളിൽ ചെയ്യുന്ന ഓരോ ഇബാദത്തിന്റെയും പ്രതിഫലങ്ങൾ ഈ സഹോദരങ്ങളുടെ കിതാബുകളിലും എഴുതണേ അല്ലാ. അല്ലാഹുവേ അതിന്റെ ബറക്കത്ത് അവരുടെ കുടുംബ ജീവിതത്തിൽ നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ നൽകണേ അല്ലാ. സമ്പാദ്യത്തിൽ നൽകണേ അല്ലാ. സന്താനങ്ങളിൽ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങളിലേക്ക് അതിന്റെ പ്രകാശം എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ അതിന്റെ സന്തോഷവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്ന് പറയും 5,000 രൂപ. എന്താ പേര്? അബ്ദുൽ ഹക്കീം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 5,000 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സന്ദർഭത്തിൽ പോലും നിന്റെ പള്ളിയുടെ ആവശ്യം പറഞ്ഞപ്പോ 5ഉം 10ഉമായൊക്കെ പറയുന്ന ഈ മനസ്സുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ആ മനസ്സുകളിൽ 100 പ്രശ്നങ്ങളുണ്ടല്ലാ. കുടുംബങ്ങളിൽ പല ബുദ്ധിമുട്ടുകളുണ്ടല്ലാ. അല്ലാഹുവേ ആ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത നാളെ നിന്റെ സ്വർഗലോകത്ത് ഭാര്യയോടൊപ്പം, മക്കളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, കുടുംബക്കാരോടൊപ്പം ആ സ്വർഗലോകത്ത് ഉല്ലസിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പെട്ടെന്ന് സഹോദരിമാരുടെ ഭാഗത്തൊക്കെ പൊക്കോളെ. വളയോ മോതിരവോ സ്വർണവോ എന്തെങ്കിലും ഒക്കെ ഊരി തരുന്നെങ്കിൽ ഇപ്പം വാങ്ങിച്ചോളാം. പറഞ്ഞ പോലെ 500
500ഉം 1000ഉം ഒക്കെ കെട്ടിവെച്ചിട്ട് അവസാനം എടുത്ത് കത്തിച്ചു കളഞ്ഞു. ഒരു രക്ഷയില്ല. ഈ പറയുന്ന പോലെ 2000ത്തിന്റെ മെച്ചട്ട് ഇനി കാര്യമൊന്നുമില്ല എന്നാണ് അടുത്ത ഫത്വ ഇറങ്ങണേന്ന് അറിയില്ല. സ്വർണത്തിന്റെ പണിയും തീർന്നു. ഒന്ന് എഴുതിക്കും. വീട്ടിൽ കയറി ചിലപ്പോ സ്വർണം പൊക്കും. അതുകൊണ്ട് ഉമ്മമാരെ ആ അവസ്ഥയൊന്നും വരണ്ടെങ്കിൽ ഒരു വളയൊന്ന് ഊരിക്കോളി, ഒരു മോതിരം ഒന്ന് ഊരിക്കോളി. വേറെ ഒന്നിനും വേണ്ട. നമ്മുടെ നാട്ടിൽ നമ്മുടെ പള്ളി മദ്രസ കാര്യങ്ങൾക്ക് വേണ്ടി മനാഫ് എന്ന സഹോദരൻ 5000 രൂപ, ഹനീഫ എന്നൊരു പ്രായം ചെന്ന ഒരു പിതാവ് അൽഹംദുലില്ലാ 2000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ രോഗികളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ അതേപോലെ 2000 തന്ന പിതാവിന്റെയും അതേപോലെ മനാഫ് എന്ന ആ ചെറുപ്പക്കാരന്റെയും അല്ലാഹുവേ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പള്ളി, നിനക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ പള്ളി, ആ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച് സമ്പാദിച്ചു വെച്ച പണം നൽകുന്നത് എത്ര താല്പര്യത്തോടെ എന്ന് നിനക്കറിയാം തമ്പുരാന്. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നല്ല കൂലി നൽകണേ അല്ലാ.